6 മാസം വാറണ്ടി ഉണ്ട്. അതായത് വാഹനത്തിൽ വിൽക്കുന്ന ആൾക്ക് അത്രയും ഒരു ഗ്യാരണ്ടി തരാൻ പറ്റുന്നത് തന്നെ നമുക്ക് വിശ്വാസമായിട്ട് എടുക്കാന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. ഉള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ഇപ്പൊ റീപ്ലേസ് ഉണ്ടെങ്കിൽ റീപ്ലേസ്, ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ആക്സിഡന്റ്, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നത് ഒറിജിനൽ കേരള വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വാഹനമല്ല. പുതിയ വിലയും പഴയ വിലയും ഒക്കെ ഒന്നിച്ചാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു വാഹനം ഇപ്പൊ എടുക്കുകയാണെങ്കിൽ നല്ല ലാഭത്തിൽ എടുക്കാൻ പറ്റും. റേഞ്ച് റോവർ പരിചയപ്പെടാല്ലേ? റേഞ്ച് റോവർ ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക്. ഇവിടുന്ന് എടുക്കുന്ന 2018 ശേഷം എല്ലാ വണ്ടികളും 6 മാസം വാറണ്ടി ഉണ്ടാവും. ഇവിടുന്ന് എടുക്കുന്ന ക്ലെയിമോ കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറഞ്ഞിട്ട് പോകാം. ഇപ്പൊ എല്ലാം കാണിച്ച വണ്ടികളിലും വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലെയിം ഉണ്ട്, ക്ലെയിം ഉണ്ട്, ഇതൊന്നും കാര്യം ക്ലെയിം ഉണ്ട്, അത് പറഞ്ഞിട്ട് തരുള്ളൂ. എല്ലാം പറഞ്ഞിട്ടേ തരുന്നുള്ളൂ. ഇനിയും ആളുകൾ പുതിയ തന്നെ എടുക്കുള്ളൂ എന്ന് വെച്ചാൽ പുതിയത് എടുത്തോളൂ. നിങ്ങൾക്ക് അതല്ല ലാഭത്തിൽ പുതിയതുപോലത്തെ ഒരു യൂസർ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം വെച്ചാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് 6 റേറ്റ് കൊടുത്ത് നിങ്ങൾ പുതിയ എടുത്തിട്ട് തിരിച്ചു വെക്കുമ്പോൾ കിട്ടുന്ന ഡിപ്രീസിയേഷൻ, യൂസർ എടുത്തിട്ട് തിരിച്ചു വെക്കുമ്പോൾ അത്രത്തോളം ഡിപ്രീസിയേഷൻ. അധികവും നമുക്ക് ലോ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള വാഹനങ്ങളാണ്. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ ആ ഒരു ഇതിലാണ് വണ്ടികൾ. അപ്പൊ അത്രയും നോക്കിയിട്ടാണ് വാഹനങ്ങൾ എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന റിസ്ക് മൊത്തം ഇവരാണ് എടുക്കുന്നത്. അതുകൊണ്ട് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ കസ്റ്റമർ നമ്മൾ ട്രസ്റ്റ് ചെയ്താൽ വരുന്നത്. ആ ട്രസ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ മാത്രമേ വെക്കാറുള്ളൂ. ചരിത്രപരമായും രാഷ്ട്രീയപരമായും സ്വാദിഷ്ട രുചിപരമായിട്ടും ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ കണ്ണൂരിലെ. ഏറ്റവും ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കുന്നതിൽ ഈ ജില്ലയിൽ ഏറ്റവും മികച്ച ഷോറൂമാണ് A1 യൂസർ ഷോറൂം അല്ലേ. അതുകൊണ്ട് തന്നെയാണ് 7 വർഷക്കാലം ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു മാസം ഒരുപാട് നല്ല സ്റ്റോക്ക് ഉണ്ട്. പോരാത്തതിന് നമുക്ക് നല്ല വില കുറച്ചിട്ട് GST വില കുറവ് ഇതിൽ ഇമ്പാക്ട് ചെയ്യും വന്നിട്ടുണ്ട്. പുതിയ വാഹനങ്ങൾക്ക് മാത്രമല്ല, ആ പുതിയ വാഹനങ്ങൾക്ക് വന്ന മാറ്റത്തിൽ നമുക്ക് പഴയതിന് മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു വിലക്ക് കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ താഴ്ന്ന കമന്റ്, കാരണം അത്രയും വില പൊടിച്ചിട്ടാണ് നമ്മൾ ഈ മാസം കൊടുക്കുന്നത് അല്ലേ. അപ്പൊ താല്പര്യം കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പയ്യന്നൂര്, ഇടായിട്ട് പയ്യന്നൂർ കോളേജിന് തൊട്ടടുത്തായിട്ട് ജലാലിയ ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ് മെയിൻ ഹൈവേയിൽ തന്നെ. ലാൻഡ്മാർക്ക് പയ്യന്നൂർ കോളേജാണ്. പയ്യന്നൂർ കോളേജാണ് മെയിൻ ലാൻഡ്മാർക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ടാറ്റയുടെ ടിയാഗോ അല്ലേ. ടിയാഗോ 2021 മോഡല് XZ+ ഫുൾ ഓപ്ഷൻ 12 ടൂൺ വണ്ടി, 34,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് നമുക്ക് ഫൈനലായിട്ട് 5,65,000 കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഇടുന്നത്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാം, ഫുൾ തന്നെ ചെയ്ത് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. 100% ലോൺ കിട്ടുന്ന വാനാണ്. നല്ല പ്രൊഫൈൽ ആയാൽ മതി അല്ലേ. വാങ്ങാൻ വരുന്ന കസ്റ്റമർ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 100% ലോൺ ചെയ്യും. പെട്രോൾ അല്ലേ? പെട്രോൾ. ഇതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും. ഫുൾ ടോപ്പ് എൻഡ് വണ്ടി, ഫുൾ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. എല്ലാ ഫീച്ചേഴ്സും വരും. വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അടുത്തായിട്ട് എക്സ്പ്രസ്, ഇപ്പൊ സാധാരണക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള ചെറിയൊരു വാഹനല്ലേ മാരുതി. ഇത് 2024 മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി, 10,000 കിലോമീറ്റർ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. PXA ഓപ്ഷണൽ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി. ഇത് ഇപ്പോഴത്തെ GST റേറ്റ് പ്രകാരം റേറ്റ് വരുന്നത് 5,35,000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. നമ്മൾ എടുത്ത പർച്ചേസിംഗ് കോസ്റ്റിന് താഴ്ത്തിട്ട് തന്നെ പറയാം 4,80,000 രൂപക്ക് വണ്ടി കൊടുക്കാം. 4,80,000 രൂപക്ക് യൂസർ മാർക്കറ്റിൽ ഇതിലും വില കിട്ടില്ല. 4,80,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 10,000 കിലോമീറ്റർ. വെറും 10,000 കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ വാഹനമാണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇത് ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ അല്ലേ? അതെ, 2022 മോഡൽ 23 രജിസ്ട്രേഷൻ, പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി, മിഡ് വേരിയന്റാണ് വണ്ടി വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 8,90,000 രൂപ. 2026 വരെ കമ്പനി വണ്ടർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. 40,000 കിലോമീറ്റർ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് 2 പുതിയ ടയേഴ്സ് കാര്യങ്ങൾ അഡീഷണൽ ചെയ്യുന്നുണ്ട്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഷോറൂം കണ്ടീഷൻ വാങ്ങാനല്ലേ. ചോദിക്കുന്ന പ്രൈസ് എത്ര? 8,90,000 രൂപ. 8,90,000. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളും കച്ചവടം ഉണ്ടാവും. 100% ലോണോ? 100%. 100% ലോണും ഇവിടെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് അല്ലേ. സ്വിഫ്റ്റ് 4 സിലിണ്ടർ വണ്ടി, 2021 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, 30,000 കിലോമീറ്റർ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ക്ലെയിമൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. റേറ്റ് വരുന്നത് 6,35,000 രൂപ. ചെറിയൊരു മാറ്റവും ചെയ്ത് കൊടുക്കാം. മാറ്റം ഉണ്ടാവും. ഇതും പറഞ്ഞ പോലെ നമുക്ക് 100% ലോൺ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് 6 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. 6 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. അപ്പൊ നമുക്ക് മാക്സിമം ലോൺ ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നത് ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 6 മാസത്തെ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് പറയാനുള്ള കാരണം അതുകൂടിയാണ്. അത്രയും ക്വാളിറ്റി, അത്രയും വിശ്വാസമായിട്ടാണ് വാഹനം സെയിലിൽ വെച്ചിട്ടുള്ളത്. താല്പര്യം കോൺടാക്ട് ചെയ്യുക. അടുത്തായിട്ട് ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് i10 നിയോസ് 2023 മോഡൽ ആസ്റ്റ. അതിൽ അഡീഷണൽ ആയിട്ട് 360 ഡിഗ്രി ക്യാമറ, 4 പുത്തൻ ടയേഴ്സ് കാര്യങ്ങൾ ചേട്ടനും 28,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് വരുന്നത് 6,50,000 രൂപക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 6,50,000 രൂപയാണ് ചോദിക്കുന്നത്. അത്രയും നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ്. മാക്സിമം ലോണും ചെയ്യാം. ഈ ആസ്റ്റ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വണ്ടി. അത് കമ്പനി ഇപ്പം റേറ്റ് റിഡക്ഷൻ വന്ന GST റേറ്റ് പ്രകാരം 8,90,000 രൂപ വില വരുന്നുണ്ട് പുതിയ. അപ്പൊ നമുക്ക് ആളുകൾ പറയും എന്തുകൊണ്ട് പുതിയത് എടുക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് പറയാണ് അതിനേക്കാൾ ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന 6,50,000 രൂപ ഫൈനൽ ചെയ്യാൻ പറ്റും. ഈ ഒരു വാഹനം ഏതാ മോഡൽ വരുന്നത്? ഇത് 2023 ഗ്രാൻഡ് നിയോസ് തന്നെയാണ്. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. സ്പോർട്സ് ഓപ്ഷണൽ വണ്ടിയാണ്. ഓപ്ഷണൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ. 28,000 കിലോമീറ്റർ ഓടിയ വണ്ടി.
ഇത് 6,60,000 രൂപ ഫൈനൽ ചെയ്യാൻ പറ്റും. 660. അത് നമുക്ക് 650, ഇത് 660. മാനുവൽ ലാസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി, ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണല്ലേ? എല്ലാ പേപ്പേഴ്സും എല്ലാം ക്ലിയർ ആണ്. ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ. കാണിച്ച വണ്ടികളെല്ലാം ഷോറൂം കണ്ടീഷൻ, ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ക്ലെയിം ഇൻഷുറൻസോ ഒന്നും ഇല്ലാത്ത വണ്ടികളല്ല. നമുക്ക് ഹിസ്റ്ററി അതുപോലെ തന്നെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഷോറൂം എന്ന് വെച്ചാൽ ഇവിടെ ഹ്യുണ്ടായിന്റെ ഷോറൂമിൽ തൊട്ടടുത്താണ്, ഒരു 2 കിലോമീറ്റർ എടുത്താണ്. ഇതിപ്പോ നമുക്ക് എവിടെ നോക്കിയാൽ നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ വേറെ മറിച്ച് ഹൈഡ് ചെയ്തിട്ടുള്ള പരിപാടി. നമ്പർ ഓപ്പൺ ആണ്. സാധാരണ പോലെ നമ്മള് നമ്പർ മറിച്ചിട്ടുള്ള പരിപാടി ഒന്നുമില്ല. നമുക്ക് നോക്കിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് നോക്കാനുള്ള ഓപ്ഷനും വെക്കുന്നുണ്ട്. ഇത് കമ്പനി അണ്ടർ വാറണ്ടി ഇടുന്നുണ്ട്. അണ്ടർ വാറണ്ടി. ഈ 2 വണ്ടി കാണിച്ച കമ്പനി 2029 വാറണ്ടി ഇടുന്നുണ്ട്. 29 വാറണ്ടി. അതായത് പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു 2 ലക്ഷത്തി സംതിങ് ഡിപ്രീസിയേഷൻ ഓൾറെഡി പോകുന്നുണ്ട്. ആസ് പെർ GST റേറ്റ് പ്രകാരം 2 ലക്ഷത്തി സംതിങ് ഡിപ്രീസിയേഷൻ ഈ വണ്ടി വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. അടുത്തായിട്ട് ടാറ്റയുടെ പഞ്ച്. ഇതേത് മോഡൽ? ഇത് ഫുൾ ഓപ്ഷൻ 2022 മോഡൽ പഞ്ച് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റ്. ബട്ടൺ സ്റ്റാർട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ക്യാമറ ഓപ്ഷൻസ് ഉള്ളതാണ്. 52,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. പെട്രോൾ അല്ലേ? പെട്രോൾ വേരിയന്റ്. റേറ്റ് വരുന്നത് പുതിയ വണ്ടിക്ക് ആസ് പെർ GST റേറ്റ് 10,60,000 രൂപ വരുന്നുണ്ട്. ഇത് നമുക്ക് ഫൈനൽ 6,50,000 രൂപ കൊടുക്കാം. നല്ല മാറ്റമുണ്ട്. നല്ല വില കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പുതിയ വിലയും പഴയ വിലയും ഒക്കെ ഒന്നിച്ചാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു വാഹനം ഇപ്പൊ എടുക്കുകയാണെങ്കിൽ നല്ല ലാഭത്തിൽ എടുക്കാൻ പറ്റും. 6,00,000 ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 4 പുതിയ ടയറും എല്ലാം ഉണ്ട്. കമ്പനി സർവീസ് ഓൾറെഡി ഉള്ള വണ്ടിയാണ്. സീറ്റ് കവേഴ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി എനിക്ക് വരുന്ന ഒരു വാഹനമാണ് ടൊയോട്ടയുടെ ഇന്നോവ. അപ്പോൾ അങ്ങനെ ഒരു വാഹനം ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2015 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വി ഓപ്ഷൻ ഒറിജിനൽ കേരള വണ്ടി. 1,45,000 കിലോമീറ്റർ ഓടിയത്. ഇതിൽ റീപ്ലേസ് ഉണ്ട്. ബാക്ക് ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. കമ്പനി ഷോറൂം ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് അല്ല. വേറെ പേസിങ്ങോ കാര്യത്തിലൊന്നും പറ്റിയിട്ടൊന്നും വരുന്നില്ല. പിന്നെ റേറ്റ് വരുന്നത് 11,50,000 രൂപ. 11,80,000. ഉള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ഇപ്പൊ റീപ്ലേസ് ഉണ്ടെങ്കിൽ റീപ്ലേസ്, ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ആക്സിഡന്റ്, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നത് ഒറിജിനൽ കേരള വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വാഹനമല്ല. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ 11,50,000 രൂപ. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ടൊയോട്ട ഷോറൂം കൊണ്ടുപോകാൻ പ്രൊവിഷൻ ഉണ്ട്. അവിടെ കൊണ്ട് ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി. ഇത് മാരുതിയുടെ ബ്രസ ഡീസൽ വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടി. 48,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഇത് റേറ്റ് വരുന്നത് 7,60,000. ഏതാ മോഡൽ? 2018 ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. പ്രോപ്പർ ഹിസ്റ്ററിയിലെ വണ്ടി. ബ്രസ ഡീസൽ വാഹനമാട്ടോ, ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ഡീസൽ വാഹനങ്ങൾക്കാണ് മാർക്കറ്റ്. നിർത്തിയോട് പോയിട്ട് ഇപ്പൊ ഡീസൽ ഉണ്ടോ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വാഹനം ഇപ്പൊ നിലവിൽ കണ്ണൂർ പയ്യന്നൂരുള്ള A1 യൂസർ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുക. നമുക്ക് ഏകദേശം ഒരു 7 ലക്ഷം, 6,45 to 7 ലക്ഷം വരെ ചെയ്യാൻ പറ്റും. 7 ലക്ഷം വരെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 7,60,000 രൂപ. 7,60,000. ചെറിയൊരു എമൗണ്ട്, ഒരു 60-70 നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. 60 എഴുതണ്ട, 60 ഫിക്സ്ഡ് അല്ല, ചെറിയൊരു മാറ്റം ചെയ്യാം. ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഹ്യുണ്ടായിയുടെ ക്രെറ്റ അല്ലേ? ക്രെറ്റ 2018 വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് ഓട്ടോമാറ്റിക് SX പ്ലസ് വേരിയന്റ്. പെട്രോൾ വേരിയന്റ് ആണ്. SX പ്ലസ് ഫുൾ ഓപ്ഷൻ. ആ സമയത്ത് ഇറങ്ങി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2018. റേറ്റ് വരുന്നത് ഫൈനലായിട്ട് 8,60,000 രൂപ ചെയ്യാൻ പറ്റും. 8,60,000 നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ആ സമയത്തുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, റിവേഴ്സ് ക്യാമറ, ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽസ് എല്ലാം ടയർ ഞങ്ങൾ കണ്ടീഷൻ അല്ലേ? എല്ലാം നല്ല ടയേഴ്സ് ആണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹ്യുണ്ടായിയുടെ വെന്യൂ എന്ന് പറയാം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. എത്ര മോഡൽ? 2021 16,000 കിലോമീറ്ററുടെ IMT വേരിയന്റ് വെന്യൂ. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടി. ഓടിയിരിക്കുന്നത് വെറും 16,000 കിലോമീറ്റർ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊക്കെ. ഓപ്ഷൻ വരുന്ന SX ആണ്. സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ ഫംഗ്ഷൻസ് ഉള്ള വണ്ടിയാണ്. അതായത് ടോപ്പ് എൻഡ് തൊട്ട് താഴെ വണ്ടിയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 7,80,000 രൂപ. 7,80,000. ഇതിൽ മാറ്റം, ചെറിയൊരു മാറ്റം. ഇത് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? 100% വാറണ്ടി കൊടുക്കും. 6 മാസം വരെ വാറണ്ടി. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 6 മാസത്തെ വാറണ്ടി ഇവർ കൊടുക്കുന്നത്. റേഞ്ച് റോവർ പരിചയപ്പെടാല്ലേ? റേഞ്ച് റോവർ ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. 2018 മോഡൽ 19 രജിസ്ട്രേഷൻ ZDA ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടി? 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. അധികവും നമുക്ക് ലോ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള വാഹനങ്ങളാണ്. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ, ആ ഒരു ഇതിലാണ് വണ്ടികൾ. അപ്പൊ അത്രയും നോക്കിയിട്ടാണ് വാഹനങ്ങൾ എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന റിസ്ക് മൊത്തം ഇവരാണ് എടുക്കുന്നത്. അതുകൊണ്ട് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ നമ്മൾ ട്രസ്റ്റ് ചെയ്താൽ വരുന്നത്. ആ ട്രസ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ മാത്രം വെക്കാറുള്ളൂ. വണ്ടി എടുത്തുകൊണ്ട് പോയ ഒരാള് ആ കെയർ ഓഫിൽ വീണ്ടും ആളുകൾ വരണം. അതാണ് കച്ചവടം. അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് 8,70,000. ചെറിയ മാറ്റം ചെയ്യാം. ഇത് ടൊയോട്ടോ കമ്പനിയുടെ അർബൻ ക്രൂസർ അല്ലേ? ഏതാ മോഡൽ? ഇത് 2022 മോഡല് അർബൻ ക്രൂസർ പ്രീമിയം ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യമല്ല. 6,000 കിലോമീറ്റർ മാത്രം ഓടി. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. വെറും 6,000 കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ. പുതിയത് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് അർബൻ ക്രൂസർ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 10,20,000 രൂപയാണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വണ്ടി വരുന്നത്.
അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ 15 കിലോമീറ്ററിനടുത്ത് മൈലേജ് വരും. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. അടുത്തായിട്ട് ഹ്യുണ്ടായിയുടെ i20 അല്ലേ? i20 ഏതാ മോഡൽ വരുന്നത്? ഇത് 2023 മുതൽ ആസ്റ്റ ഓപ്ഷനിൽ ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് i20 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് എൻഡ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 15,000 കിലോമീറ്റർ ഓടി വണ്ടി. ആക്സിഡന്റ് പറയാനുണ്ട്. ഇതില് ബാക്ക് ഡോർ റീപ്ലേസ്ഡ് ആണ്. ഡോറിന്റെ ഗ്ലാസ് മാറിയിട്ട് ഡോർ മാത്രം റീപ്ലേസ്ഡ് ആണ്. ഡോർ മാത്രം മേജർ ആക്സിഡന്റ് ശ്രദ്ധിക്കുക. മേജർ ആക്സിഡൻസ് ഒന്നുമില്ല. ഒറ്റ ഡോർ മാത്രം റീപ്ലേസ്ഡ് ആണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ GST റേറ്റ് പ്രകാരം 12,40,000 രൂപ വില വരുന്ന വേണ്ടി നമുക്ക് ആസ്ക് ചെയ്യുന്ന റേറ്റ് 8,70,000. 8,70,000 രൂപ. അത്ര രീതിയിൽ നമുക്ക് ഡിഫറൻറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇനിയും ആളുകൾ പുതിയ തന്നെ എടുക്കുള്ളൂ എന്ന് വെച്ചാൽ പുതിയത് എടുത്തോളൂ. നിങ്ങൾക്ക് അതല്ല ലാഭത്തിൽ പുതിയതുപോലത്തെ ഒരു യൂസർ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം വെച്ചാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് റേറ്റ് കൊടുത്ത് നിങ്ങൾ പുതിയ എടുത്തിട്ട് തിരിച്ചു വെക്കുമ്പോൾ കിട്ടുന്ന ഡിപ്രീസിയേഷൻ യൂസർ എടുത്തിട്ട് തിരിച്ചു വെക്കുമ്പോൾ അത്ര ഡിപ്രീസിയേഷൻ. ഇത് ഹ്യുണ്ടായിയുടെ i20 2020 മോഡൽ 20 മോഡലാണല്ലേ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി 55,000 കിലോമീറ്റർ ഓടിയത്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഫുള്ളി കമ്പനി സർവീസ് ആണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 4 പുതിയ ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് റേറ്റ് വരുന്നത് 6,20,000 രൂപ. ചെറിയൊരു മാറ്റം ചെയ്തിട്ടുണ്ട്. ചെറിയ മാറ്റം കാര്യങ്ങളുണ്ടാവും. ഇത് വേരിയന്റ് ഏതെന്ന് പറഞ്ഞു? സ്പോർട്സ് അതായത് ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ അത്യാവശ്യം ഫീച്ചേഴ്സ് വിത്ത് അലവീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ എടുത്ത യൂസ് ചെയ്യുക ആ ലെവലിലാണ് അല്ലേ? 6 മാസം വാറണ്ടി ഉണ്ട്. അതായത് വാഹനത്തിൽ വിൽക്കുന്ന ആൾക്ക് അത്രയും ഒരു ഗ്യാരണ്ടി തരാൻ പറ്റുന്നത് തന്നെ നമുക്ക് വിശ്വാസമായിട്ട് എടുക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. ഇത് മാരുതി സുസുക്കിയുടെ ബലേനോ 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. സീറ്റ വേരിയന്റ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഓപ്ഷൻ തൊട്ട് മുകളിലത്തെ വണ്ടിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നതാണ് 6,50,000 രൂപ. 6,50,000 ചോദിക്കുന്നത്. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലുക്ക് ആക്കി വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ബോഡി സ്കേർട്ടിങ്സ് അഡീഷണൽ ചെയ്താണ്. അത്യാവശ്യം ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് പെട്രോൾ ഡീസലാ? പെട്രോൾ ആണല്ലേ? അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു 6 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. 6 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 6.5 ഏകദേശം ഒരു 40-50 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്ത വണ്ടി നമുക്ക് സിമ്പിൾ ആയിട്ട് ഇറക്കിക്കൊണ്ടാ പോകാൻ പറ്റും. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഇല്ലേ? സ്വിഫ്റ്റ് 4 സിലിണ്ടർ തന്നെ. 4 സിലിണ്ടർ വണ്ടി 2022 വണ്ടി 48,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ് എടുത്ത വണ്ടിയാണ്. VXC വേരിയന്റ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 6,50,000 രൂപ. ചെറിയൊരു മാറ്റം ചെയ്യാം. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിന് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും? ഓ ഷുവർ 6 മാസത്തെ വാറണ്ടി ഉണ്ട്. അല്ല, ഇവിടുന്ന് എടുക്കുന്ന 2018 ശേഷം എല്ലാ വണ്ടികളും 6 മാസം വാറണ്ടി ഉണ്ടാവും. ഇവിടുന്ന് എടുക്കുന്ന ക്ലെയിമോ കാര്യങ്ങളുണ്ട്. നിങ്ങൾ തുറന്നു പറഞ്ഞിട്ട് പോകാം. ഇപ്പൊ എല്ലാം കാണിച്ച വണ്ടികളിലോ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലെയിം ഉണ്ട്. ക്ലെയിം ഉണ്ട്. ഇതൊന്നും കാര്യം ക്ലെയിം ഉണ്ട്. അത് പറഞ്ഞിട്ട് തരുള്ളൂ. എല്ലാം പറഞ്ഞിട്ടേ തരുന്നുള്ളൂ. അടുത്തായിട്ട് ടൊയോട്ട കമ്പനിയുടെ ഗ്ലാൻസ് അവരുടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഷോറൂം കണ്ടീഷൻ വാഹനം 2023 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 12,000 കിലോമീറ്റർ മാത്രം ഓടിയതാണ്. ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. മാനുവൽ വേരിയന്റ്. ഇതിന് റേറ്റ് വരുന്നത് 8,80,000 രൂപ കൊടുക്കാം. 8,80,000 മാക്സിമം നമ്മൾ ഈ മാസം വില കുറച്ചിട്ടുണ്ട്. 2014 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന XUV 5W6 വേരിയന്റ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങൾ ഫുള്ളി കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഡീസൽ വേരിയന്റ് വണ്ടി. 6,20,000 രൂപ ഫൈനൽ ചെയ്യാൻ പറ്റും വണ്ടി. 6,20,000 രൂപ. ഇത്രയും വലിയ വണ്ടി ചെറിയൊരു എമൗണ്ട് സ്വന്തമാക്കാൻ പറ്റും. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഓ ഷുവർ. നമുക്കൊരു 5 ലക്ഷം 5.5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ഈ ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ഏതാ മോഡൽ തന്നെ? ഇത് 2022 മാനുവൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 50,000 കിലോമീറ്റർ. മിഡ് വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. മിഡ് വേരിയന്റ്. അതുപോലെ ബട്ടൺ സ്റ്റാർട്ട്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബട്ടൺ സ്റ്റാർട്ട് ഓൾറെഡി കമ്പനി ഇടുന്നത്. നമുക്ക് റിവേഴ്സ് ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് 7,70,000 രൂപ കൊടുക്കാം. 7,70,000 മാക്സിമം നമുക്ക് ഈ മാസം ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഈ വാഹനത്തിനൊക്കെ കഴിഞ്ഞ മാസം എത്രയായിരുന്നു മാർക്കറ്റ് എന്നുള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 8,20 ചോദിച്ചുകൊടുന്ന വണ്ടിയാണ്. മാക്സിമം പൊട്ടിച്ചാണ് നിങ്ങൾ പറയുന്നത്. 7,70,000 മാക്സിമം ചെയ്തിടാം. ഇതിലും വില കുറവ് കേരളത്തിൽ എവിടെയും കിട്ടില്ല. അത്രയും ഉറപ്പിലാണ് വീട് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. അർബൻ ക്രൂസർ ഏതാ മോഡൽ? ഇത് 2021 പ്രീമിയം ഫുൾ ഓപ്ഷൻ അർബൻ ക്രൂസർ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. 28,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 9,60,000 രൂപ. ചെറിയൊരു മാറ്റം ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. 100% ലോൺ. ഈ കാണിച്ച ഈ അർബൻ ക്രൂസറും 2 അർബൻ ക്രൂസറും ഫുൾ ലോൺ ചെയ്യാൻ പറ്റും.